അതിനെപ്പറ്റി എങ്ങനെയാ വീട്ടില് അർജുനായിട്ട് സംസാരിച്ചോ? നിന്റെ പടം കാണാൻ? അല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ പടം തന്നെ ഇഷ്ടമായി. എല്ലാ ഗംഭീരമായിട്ട് അഭിനയിച്ചു. എല്ലാ സൈഡും ഗംഭീരമാണ് അതിൻ്റെ. അപ്പോൾ അത് ഓരോന്നിടത്തിൽ പറയാൻ പറ്റില്ല. മോഹനിൽ നിന്ന് ഒരിക്കലും ഞാൻ അത്രയും നല്ല പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഈ പടം അഭിനയിക്കാൻ പോകുമ്പോഴും പറയാ ഞാൻ പോകണം, അതിൻ്റെ പടമാണ്, അതിനെക്കുറിച്ച് വിശദീകരിച്ച് എന്നോട് പറയുമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് വിളിക്കും, എവിടെയാണ്, എങ്ങനെയുണ്ട്, എന്തായിരുന്നു, എന്തായിരുന്നു, എന്നാ കുഴപ്പമില്ല, അങ്ങനെ പറയുള്ളൂ. എല്ലാം ഗംഭീരം എന്ന് ഒരിക്കലും പറയില്ല. കുഴപ്പമില്ല അച്ഛൻ, കഥ വീട്ടിലൊന്നും ഒരു കഥ പറഞ്ഞിട്ട് പോകണം, എങ്ങനെയുണ്ട് കഥ, കുഴപ്പമില്ല എന്ന് പറയുള്ളൂ. അവിടെ സെറ്റിൽ വിളിച്ചാലും കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു, ഇങ്ങനെ പറയുള്ളൂ. പക്ഷെ ആ നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഈ പടം കണ്ടപ്പോൾ, അവൻ്റെ പല പടങ്ങളും കാണുമ്പോൾ ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് നീ എന്ന് പറയും. പക്ഷേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി, അവൻ കുറച്ചുകൂടി ഭയങ്കര എഫർട്ട് എടുത്ത് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ് അവൻ. അത് ഭംഗിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാനും സിനിമ കണ്ടവരൊക്കെ പറയുന്നത്. തിയേറ്ററുകളുടെ എണ്ണത്തിന്റെ കാര്യം പറയും. ഇപ്പോൾ തിയേറ്ററുകളുടെ എണ്ണത്തിന്റെ കാര്യം, ഒരു മലബാർ റേഞ്ചിലോട്ട് അവർക്ക് ഇച്ചിരി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ സ്റ്റോറി. ഈ പറഞ്ഞ പോലെ ചാലിയറിന്റെ കേസ്, മണ്ണിൽ അടത്തിൽ അവർക്കൊക്കെ ഇച്ചിരി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റോറി നല്ലൊരു സിനിമയാണെങ്കിൽ കൂടി അങ്ങനെ എന്താ പറയുക, എല്ലായിടത്തും നോട്ടബിൾ ആയിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ആസ് എ പ്രൊഡ്യൂസറിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. അല്ല, ഇത് ശരിക്കും ഇവിടെ കഥ മനസ്സിലാവാഞ്ഞിട്ടുള്ള കുഴപ്പം കൊണ്ടൊന്നുമല്ല. ഞാൻ ഇന്നലെ, സത്യം പറയാം, ഇന്നലെ ഒരു തിരക്കഥാകൃത്ത് തന്നെ ഞാൻ വിളിക്കേണ്ടി വന്നു. അത് വേറൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പോൾ ആദ്യം പറഞ്ഞു വെച്ചാൽ പ്രമേയവും കണ്ടു, ഞാൻ പറയാൻ വിട്ടുപോയി, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ്, മറ്റത് കണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ആ കടകൻ കണ്ട അതറിയാ എൻ്റെ കലയാണ് സത്യം എന്നോട് ചോദിച്ചത് ഇന്നലെ. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അത് ഇറങ്ങിയോ എന്ന് ചോദിച്ചാൽ പലരും ഉണ്ട് ഇങ്ങനെ. അപ്പം ആളുകളിലേക്ക് എത്തിയിട്ടില്ല ഇത്. അതിൻ്റെ സബ്ജക്റ്റ് വൈസ് പ്രശ്നം അങ്ങനെ ഒന്നുമില്ല. ഇൻട്രസ്റ്റഡ് ആണ് ഞാനിത് എല്ലാ ആംഗിളും നോക്കിയത്. കാരണം ഒരു പടം എന്ന് പറഞ്ഞാൽ, ഒരു സിനിമ എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ നല്ല മൂഡായിരിക്കും. നമുക്ക് ബോറടിപ്പിക്കരുത് ഒരിക്കലും. അവിടെ ശരിയായില്ല, ഇവിടെ ശരി, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഒരു സിനിമയും കാണാൻ പറ്റില്ല. ഒരു സിനിമയും നമുക്ക് കാണാൻ പറ്റില്ല, അത്രയും ഇതായിട്ട്.